എല്ലാം വരാറായി തോന്നുന്നു. നിനക്കിങ്ങനെ വന്ന് ചോദിച്ചാൽ മതിയല്ലോ. എനിക്കൊരു കൈസഹായത്തിന് നിനക്ക് ഇവിടെ നിന്നുകൂടെ പറയേ? അതിനല്ലേ ഞാൻ നന്മനച്ചനോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ച് നമ്മുടെ സുന്ദരി ബാലികയെ ഇവിടെ അസിസ്റ്റന്റ് ഷെഫായി നിർത്തിയിരിക്കുന്നേ. അവളെ ഉള്ളൂ എനിക്കൊരു ആശ്വാസം. അവൾ പിന്നെ കണ്ടറിഞ്ഞെല്ലാം അങ്ങ് ചെയ്തോളും. പിന്നെ മാർത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇന്നത്തെ ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ. കേട്ടോ കൊച്ചമ്മി? പെണ്ണിന്റെ അമ്മ പറയുന്നത് കേട്ട് ബൈബിൾ ഡബ്ലിങ്സിലെ പേര് കേട്ട കൊച്ചമ്മമാരും റാണിമാരും ഒക്കെയാണ് ഇന്നിവിടെ വരുന്നതെന്ന്. ആ, അങ്ങനെയാ ഞാനും പറഞ്ഞത്. യേശു വരുന്നെന്നാ കേട്ടത്. മാർത്തെ, യേശു വന്നു കഴിഞ്ഞാൽ എന്നെ ആരും ഇങ്ങോട്ട് നോക്കണ്ട. പെണ്ണ് റെഡി ആയോന്ന് ഞാൻ നൈസായിട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ആഹാ, കല്യാണ പെണ്ണിനെത്തിയല്ലോ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടോ മോളെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആന്റി. ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ഡിസൈനേഴ്സിനെ നോക്കിയിരുന്നു. എന്റെ ഫ്രണ്ടാണ് എനിക്ക് ആന്റി റെക്കമെൻഡ് ചെയ്തത്. ഐ റിയലി ലൈക്ക് ദ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. ആന്റി നമുക്കൊരു സെൽഫി എടുക്കാം. ആന്റീസിന് അയച്ചു കൊടുക്കാമല്ലോ. ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യട്ടെ. #wedding day, cute bride, designer, excited. ഇതെല്ലാം എന്റെ തൊഴുത്തിന് പൊട്ടിക്ക് നിന്ന. നെക്സ്റ്റ് മന്ത് ഇവിടെ കാനാവിലും ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓ നൈസ്, കൺഗ്രാറ്റുലേഷൻസ് ആന്റി. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. യേശു പ്രാർത്ഥിച്ച് തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആണോ? യേശു വരുന്നുണ്ടോ? എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് തരണേ. മിനിമം ഒരു 3 സാരിയെങ്കിലും ഞാൻ എടുത്തോളാം. എനിക്ക് യേശുവിനെ കണ്ടാ മതി. ബാലികേ, വേഗം വാ. യേശുവിന്റെ അമ്മ പെണ്ണിന്റെ അമ്മയും വരുന്നു. പണിയൊക്കെ വേഗം ആവട്ടെ. യേശുവിന്റെ അമ്മ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. യേശു ശിഷ്യന്മാര് നാളെ വരുമല്ലോ അല്ലേ? മിനിസ്ട്രിയുടെ ഒക്കെ തിരക്കൊണ്ടേ വരും മോളെ. എന്റെ ലുതിയായെ, ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? എല്ലാരും ഉടനെ ഇങ്ങ് എത്തും. ഒന്ന് വേഗമാവട്ടെ. മറിയേ, ആ മാർക്കയോട് ആ ജ്യൂസും വൈനും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ കാണാം. ആരാ മോളെ സംഗീത ശുശ്രൂഷ? അത് നമ്മുടെ മിരിയം വോയിസസ് ഇല്ലേ, അവർക്ക് തന്നെ അതങ്ങ് കൊടുത്തു. ആ, അത് നന്നായി. ഇപ്പൊ അവർക്കാണ് ഡിമാൻഡ്. എല്ലാ കല്യാണത്തിനും അവരുടെ ഫുൾ ടീം ഉണ്ടാവാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും എല്ലാ ഭാഷയിലും പാടിക്കൊള്ളും. ആഹാ, മിരിയം എത്തിയല്ലോ. Hello aunties, how are you all? Hey beautiful bride. And the full team on the way ആണ്. And meet my very talented co-singer. അവരൊരു മോശയ്ക്ക് എന്ത് പറയുന്നു മിരിയമേ? സുഖായിരിക്കുന്നോ? Yeah, brothers ഒക്കെ ഹാപ്പി ആയിരിക്കുന്നു. ചർച്ചും മീറ്റിംഗ് ഒക്കെ ആയി അവരങ്ങ് ബിസിയാ. മോളെ, ഏതൊക്കെ പാട്ടുകളാ പാടുന്നേ? നമുക്കറിയുന്ന കുറച്ച് പഴയ പാട്ടൊക്കെ പാടാൻ നോക്കണേ. No worries ആന്റി. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി എന്റെ റെക്കമെൻഡേഷൻ മിരിയനോട് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാവല്ലോ അല്ലേ? നമുക്കത് സെറ്റ് ആക്കാം. ആന്റി, പാട്ട് പാടാൻ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്ക് പേയ്മെന്റ് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യണേ. ഓക്കെ ആന്റി, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. മൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സിസ്റ്ററെ, കറക്റ്റ് ടൈമാ. ചുമൽമോൻ തിരക്കിലായതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ല. പിന്നെ ഞാൻ ടാക്സി എടുത്താ വന്നത്. എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. പിന്നെ മിരിയം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ആ ശുശ്രൂഷയാണ് ലീഡ് ചെയ്തോണം കേട്ടോ. അത് ഞങ്ങളെ. ഹന്നാമേ, എങ്ങനെയുണ്ട് ഷോമേൽമോന്റെ മിനിസ്ട്രി ഒക്കെ? യേശുവിന്റെ അമ്മ, എല്ലാം നന്നായി നടക്കുന്നു. ദൈവസന്നിധി ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞ. അവൻ ഇന്ന് വിശ്വസ്തയോടെ വേല ചെയ്യും. ഇത് കാണുന്നതിലും സന്തോഷം വേറെ എന്താ? ഇപ്പൊ വീട്ടിലിരിക്കാൻ ടൈം കിട്ടുന്നില്ല കൊച്ചിന്. എന്നാലും ദൈവത്തിന് വേണ്ടിയാണ്. ഓ, എന്തോ പറയാനാ? ഈ തോന്നുന്ന സാധനം എനിക്കറിയാൻ മേലെ. ഹലോ, ഓ ആണോ? ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്ക്. ഇപ്പൊ വിടാം. കൊച്ചി, മിസ്സസ് ലോത്ത് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നീ രണ്ടുപേരെ അങ്ങോട്ടൊന്ന് വിട്ടേ. അവളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ. ഓ, മിസ്സസ് ലോത്ത് വന്നോ? എന്തോ ചെയ്യാനാ കൊച്ചിന്റെ കാര്യം. വിളിച്ചെങ്കിലും വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളെ എവിടാവും ഇരുത്തുന്നേ? ബാലികേ, മറിയേ,
ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്കൊരു പണിയുണ്ട്. എന്നുണ്ട് സിസ്റ്ററെ, സുഖമായിരിക്കുന്നോ? ഓ, എന്തോ പറയാനാ സിസ്റ്റർ, ഇതിൽ കൂടുതൽ എന്തോ സുഖമാണ്. എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ടുണ്ടല്ലോ. എന്റെ അവസ്ഥ കണ്ടില്ലേ? ഇനി ഉപ്പിന് ക്ഷാമൊന്നുമില്ല, ആവശ്യമുള്ളപ്പോ പോയി ചുരുണ്ടെടുത്താൽ മതി. കൊച്ചെ, പുറകിലോട്ട് മുന്നിലൊരു സ്ട്രോ ഉണ്ട്, അതാ ഗ്ലാസ്സിലോട്ടിട്ട് ഈ വായിലേക്ക് ഒന്ന് വെച്ചതാണ്. ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അമ്മമ്മയിലേക്ക് നിന്ന് ബുദ്ധിമുട്ടേണ്ട. ആഹാ, ആരൊക്കെയാ വരുന്നേ? ബെസ്റ്റ് അമ്മായിയമ്മയും മരുമോളും ആണല്ലോ. കേറി വാ നോമി, നീ നന്നായി സുന്ദരിയായിരിക്കുന്നല്ലോ നോമി. അത് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ നല്ലപോലെ നോക്കുന്നതിന്റെ സന്തോഷമാണ് യേശുവിന്റെ അമ്മേ. രൂത്തും ബോവസും എന്നെ പൊന്നുപോലെ ഞാൻ നോക്കുന്നേ. ബോവസ് വന്നില്ലേ രൂത്തുമോളെ? ഓ ഇല്ല മാമേ, വയലിൽ കൊയ്ത്തിന് വേലക്കാരുണ്ട്. അച്ഛൻ അവിടെ നനങ്ങാൻ പറ്റില്ല, അത് നിന്ന് വരില്ല. നാളെ രാവിലെ എത്തും. കല്യാണത്തിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഓർമ്മ എവിടെ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവൾ പാരന്റ്സിന്റെ കൂടെ സുഖമായിട്ടിരിക്കുന്നു. ആ, ഇന്നലെ കൂടി ഞങ്ങൾ ബോട്ടി വീഡിയോ കോൾ ചെയ്തിരുന്നു. എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും, ജ്യൂസും ഫുഡും ഒക്കെ എടുത്ത് കഴിക്കണേ. ആരാ മറിയത് തലേ കൂടി തുണി മൂടി വരുന്നേ? സഫീറല്ലയോ വരുന്നേ? കൂടെ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആ സഫീറേ, ഇനി കേറി പോരെ. ആരും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഷോളിന് മാറ്റിക്കേ. അല്ല, നമ്മുടെ അമ്മാമ്മച്ചയല്ലയോ? അതെ, ഞാൻ തന്നെയാ. അമ്മച്ചി, കുറച്ച് ജ്യൂസ് എടുക്കട്ടെ? എന്റെ പൊന്നു മോളെ, ഞാനിപ്പോ ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും കഴിക്കാറില്ല. എന്നെ ഒന്ന് ഓർപ്പിക്കല്ലേ മോളെ. അത് പോട്ടെ സഹോദരി, എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. ആ ഒരൊറ്റ തെറ്റ് കാരണം നമ്മളൊക്കെ ഈ അനുഭവിക്കുന്നേ. അങ്ങനെ ഒടുവിൽ കൊച്ചിന്റെ കല്യാണം ആയല്ലേ? ഞാനും അനന്യാസച്ചായനും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെക്കൻ ജോലി കൂലിയൊക്കെ ഉണ്ടോ? അയൽസോ പോയിട്ടൊക്കെ എഴുതി കാനഡയിലോ UK-ലോ ഒക്കെ അങ്ങ് പോകാൻ പറയണം. മോളെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചാ മതിയെന്നേ. ഓ, അതിനൊക്കെ ഇനി സമയമുണ്ടോ എന്നറിയില്ല. നമ്മുടെ കർത്താവ് വരാൻ കാലമായി. ആ, എല്ലാം ദൈവഹിതം പോലെ അങ്ങ് നടക്കട്ടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മോക്ക് എന്തോ കൊടുക്കുന്നേ? അവർ വല്ലതും ചോദിച്ചായിരുന്നോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും. ഓ, അവരൊന്നും ചോദിച്ചില്ല. അവർ കൊച്ചിനെ മാത്രമേ ചോദിച്ചുള്ളൂ. അത് നമ്മളങ്ങ് കൊടുക്കുന്നു. നന്നായി ജീവിച്ചാ മതി. സഫീർ പറഞ്ഞതൊന്നും ചെവി കൊടുക്കണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. ബാക്കി നന്മകളെല്ലാം ദൈവം തന്നോളും. ദൈവം തരുന്ന നന്മകൾ വിശ്വസ്തരുമായിരിക്കാം. എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു. എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു. രാജ്ഞിക്കുള്ള ഇരിപ്പിടം റെഡിയല്ലേ? ശുശ്രൂഷകൾ നമുക്ക് പെട്ടെന്ന് ആരംഭിക്കാം കേട്ടോ. ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് രാജ്ഞിക്ക് മോർദേക്കായി അംഗങ്ങളുമായിട്ട് മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. പെട്ടെന്നാവട്ടെയല്ലോ. ഡിയർ സിസ്റ്റേഴ്സ്, നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് നാളെ വിവാഹത്യാഗം നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനുമാണ്.
ഈ സമയം നിങ്ങൾക്ക് വിവേകപൂർവ്വം ഉപയോഗിക്കാം. 1-2 വാക്കുകൾ. ഞാൻ തന്നെ തുടങ്ങാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് കുഞ്ഞിനോട് പറയാനുള്ള ഒന്നാണ്. എൻ്റെ പ്രാർത്ഥനയും ഈ കണ്ണുനീരും കണ്ട് ദൈവം എനിക്ക് ശൗമ്യ ബാലനെ തന്നു. എൻ്റെ ആഗ്രഹം പോലെ അവൻ ഇന്ന് ദൈവരാജ്യത്തിനായിട്ട് പ്രയോജനപ്പെട്ടു. അതുപോലെ നിനക്കും നിന്റെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനാവിധേയായി തീരുവാൻ ദൈവം സഹായിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ 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 ഞാൻ മിസ്സസ് ലോത്ത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ പോലെ ഒരിക്കലും ആകരുത്. ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്റെ ഈ ജീവിതം. നവോമി കൈമുട്ടിയിട്ടുണ്ടല്ലോ, എന്നാൽ നവോമി വന്നാട്ടെ. മോളെ, നിന്റെ കുടുംബജീവിതത്തിൽ കയറി ചെല്ലുന്ന കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർ സേവിക്കുന്ന ഏകസത്യ ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കാൻ ദൈവം മോളെ ബലപ്പെടുത്തട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കും. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. നാളെ വിവാഹിതയാകുന്ന നവവധുവിന് എന്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസയും അറിയിക്കുന്നു. ഒരു സാധാരണക്കാരിയായിരുന്ന എന്നെ എന്റെ ദൈവം എന്റെ ജനത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി ഉപയോഗിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബജീവിതത്തിൽ കയറിച്ചിരുന്ന ഭവനത്തിൽ മാതാപിതാക്കൾ സഭയിൽ ദേശത്തിൽ എല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റുക. അതിനാൽ സ്വയം സമർപ്പിച്ച ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകാതെ വിശ്വസ്തയായി അന്ത്യത്തോളം നിൽക്കുവാൻ ദൈവകുഞ്ഞിനെ സഹായിക്കും. ഇനി മറ്റാരുമില്ലെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും വന്നതിനും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുത്തതിനും എന്റെ കുഞ്ഞിനോട് അവൾക്ക് പറഞ്ഞു കൊടുത്ത നല്ല ഉപദേശങ്ങൾക്കും എല്ലാം നിങ്ങളോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. മാറാനാഥ, മാറാനാഥ. കാനാവിലെ കല്യാണ പെണ്ണ് തന്റെ കാന്തനെ കാത്തിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും നമ്മുടെ കാന്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. കല്യാണ പെണ്ണ് അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നത് പോലെ ആത്മാവിന്റെ ഫലങ്ങളാൽ നാമും നമ്മളെ തന്നെ അലങ്കരിച്ച് നമ്മുടെ കർത്താവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? വചനം പറയുന്നു, നാം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി അവന്റെ വരവിനായി ഒരുങ്ങിയിരുന്നാൽ നമ്മുടെ കാന്തന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അവകാശികളായി തീരും. ഈ വിവാഹ തലേന്ന് വന്ന ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ ജീവിതം നമുക്കൊരു സന്ദേശമാണ്. ദൈവം പറഞ്ഞതനുസരിക്കാത്ത ഹവ്വയും ലോകത്തിന്റെ ഭാര്യയെ പോലെയല്ല, ലോകമോഹങ്ങളിൽ വീണുപോയ സഫീർ പോലെയുമല്ല, ഹന്നയെ പോലെ പ്രാർത്ഥനാ വീരരായി, നവമി രൂത്തിനെ പോലെ ഐക്യതയും സ്നേഹമുള്ളവർ, എസ്തറിനെ പോലെ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും തന്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരായി ജീവിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം. നിങ്ങൾ ജനിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും.